പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. നമുക്ക് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രഭാതം അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ കൃപയിൽ ജീവിതത്തെ വളർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ അസന്നിധമായ നിമിഷങ്ങളിൽ അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ ബലപ്പെടാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടെ നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ക്രിസ്തു അനുഭവിച്ച ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ തീവ്രതയെക്കുറിച്ചാണ്. അതുവരെ ഒരു ജനാവലിയുടെ മുഴുവൻ പിന്തുണയും ഉണ്ടായിരുന്ന ക്രിസ്തു ആ ഗെത്സമൻ തോട്ടത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒരു മനുഷ്യൻ്റെ പിന്തുണയും അവനില്ല. കൂടെ പ്രാർത്ഥിക്കുവാൻ കൂട്ടിക്കൊണ്ടുപോയവർ പകലിൻ്റെ മുഴുവൻ ക്ഷീണവും ഏറ്റുവാങ്ങി ആ പാറപ്പുറത്ത് കിടന്നവർ മയങ്ങുവാൻ തുടങ്ങി. ഒരു കല്ലേറ് ദൂരെയപ്പോൾ ക്രിസ്തു ചോര വിയർത്തു നിൽക്കുകയാണ്. അത്ര ഉഗ്രമായ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തെ വിളിച്ചു. ദൈവത്തിൻ്റെ കൃപാവരം കൂടെയില്ല. രാപ്പക്ഷികളുടെ പാട്ടല്ലാതെ മറ്റൊന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നില്ല. മനുഷ്യപുത്രൻ്റെ കണ്ണുനീരും ചോരയും ഇടകലർന്ന പ്രാർത്ഥനയല്ലാതെ ആ അന്തരീക്ഷത്തിൽ ഒന്നും മുഴങ്ങുന്നില്ല. ക്രിസ്തു മടങ്ങി വന്നു. കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ ഉറങ്ങി വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ ആ വേദനയുടെ നിമിഷത്തിൽ താൻ തനിച്ചായി പോയല്ലോ എന്നുള്ളൊരു നൊമ്പരം അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഉത്കടമായ വേദനയുടെ നടുവിലേക്ക് കടന്നു വരുന്ന ആ ബോധ്യത്തെ അതിജീവിക്കുക അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രതയിലൂടെ കടന്നു പോവുകയാണ്. ആഗ്രഹിച്ചു പോകില്ലേ? ഒരുമിച്ച് കൈപിടിച്ച് നടന്നവരും ഒരു പാത്രത്തിൽ അന്നമുണ്ടവരും ഒരു കിടക്കയിൽ പങ്കിട്ട് ജീവിച്ചവരുമൊക്കെ സാരമില്ല എന്ന് പറയുന്നൊരു വാക്കുമായി കൂടെ നിൽക്കണമെന്ന് ഏതൊരു മനുഷ്യനും വേദനയുടെ തീവ്രതയിൽ ആഗ്രഹിച്ചു പോകും. ക്രിസ്തുവും ആഗ്രഹിച്ചു. ആഗ്രഹവുമായി പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് വന്നപ്പോൾ അവൻ്റെ വേദനയുടെ അല്പം പോലും ഹൃദയത്തിനകത്തേക്ക് സംശീകരിക്കാൻ കഴിയാത്തവർ ആ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ആരംഭിച്ചു. ക്രിസ്തു ഒരു കാര്യം ബോധ്യപ്പെട്ടു. മനുഷ്യനുള്ള ഈ ആശ്രയബോധം അത് വെറുതെയാണ്. തൻ്റെ ജീവിതത്തിലെ ഏകാന്തതകൾക്കകത്ത് ഉഗ്രവേദനയ്ക്കകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ഇനി മനുഷ്യനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അവൻ വീണ്ടും തൻ്റെ പ്രാർത്ഥനയുടെ ആ ഏകാന്തതയിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അവൻ ദൈവത്തിലേക്ക് തൻ്റെ പ്രത്യാശ അർപ്പിച്ചു. പിന്നീട് നമ്മൾ കാണുന്ന ക്രിസ്തു അതീവ ബലപ്പെട്ടവനായിട്ട് മാറുകയാണ്. ഒരു രാജാവിനെ പോലെ സഹനത്തിലേക്ക് നടന്ന് നീങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും വേദന അനുഭവിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും തീവ്രമായൊരു നൊമ്പരമുണ്ട്. നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് പറ്റിയാൽ നിങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടുന്നവരായിട്ട് മാറും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളെയും ഏകാന്തതകളെയും ഒറ്റപ്പെടലിനെയും അതിജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തളർന്നു പോകും. തൻ്റെ ജീവിതത്തിലെ ഏകാന്തതയെ അതിജീവിക്കുവാൻ കഴിയാതെ പോയ മറ്റൊരു മനുഷ്യനെ കുറിച്ചും കൂടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാരാണെന്നറിയാമോ? യൂദാസാണ് കേട്ടോ. ഒരു കിഴി പണത്തിന് വേണ്ടി കൂടെ നടന്ന് പ്രാണൻ പകുത്തു കൊടുത്തവനെ ഒറ്റിക്കൊടുത്തിട്ട് ആ പണക്കിഴി അനുഭവിക്കാൻ കഴിയാതെ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിന് മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയൊരു മനുഷ്യനുണ്ട്, യൂദാസ്. അതുവരെ അയാൾക്കും ഒരുപാട് പേരുടെ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയത്തിലേക്ക് കുറ്റബോധം കടന്നു വരുമ്പോൾ അവൻ തീവ്രതയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവനും ഒരു ഏകാന്തതയുടെ തടവുകാരനായിട്ട് മാറുകയാണ്. ഉഗ്രമായ വേദനയിലേക്ക് അവനും പോവുകയാണ്. പക്ഷെ ഒരു മനുഷ്യനുമില്ല. പക്ഷേ യൂദാസിന് ആ വേദനയെ അതിജീവിക്കാൻ പറ്റിയില്ല. യൂദാസ് നിരാശനായി മാറി. ദൈവത്തിൽ ബലപ്പെടാനുള്ള ആഗ്രഹവും അവനുണ്ടായിരുന്നില്ല. അവൻ തൻ്റെ പ്രാണനെ നശിപ്പിച്ചു കളഞ്ഞു. അവൻ തൂങ്ങിച്ചെത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒറ്റപ്പെടലുണ്ടാവും. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉഗ്രവേദനകളുണ്ടാവും.
പക്ഷെ അവിടെ മനുഷ്യർക്കൊന്നും ചെയ്യാനായിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നൊരു മനുഷ്യൻ രണ്ടാമത് ബലപ്പെടേണ്ടത് ക്രിസ്തുവിലേക്കുള്ള ആശ്രയബോധം വളർത്തിയെടുത്തുകൊണ്ടാണ്. നിന്റെ യേശുവിലേക്ക് നീ പിന്തിരിയുക. നിന്റെ ക്രിസ്തു കടന്നുപോയ ഉഗ്രവേദനകളെ നീ ഓർത്തുകൊള്ളുക. അവൻ ബലപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തണം. നീ കുടിക്കാതെ മാറിപ്പോകാത്തൊരു പാനപാത്രം ദൈവം നിന്റെ ചുണ്ടോട് ചേർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അതാവോളം കുടിക്കുവാനുള്ള കരുത്തിന് വേണ്ടി ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. അവിടെ നീ ബലമുള്ളവനായിട്ട് മാറും. യേശുവേ, ഈ പ്രഭാതത്തിൽ നിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു. അങ്ങ് നൽകുന്ന പാനപാത്രം സന്തോഷത്തോടെ കുടിക്കാനുള്ള കൃപ നൽകണമേ. ആമേൻ.